ഹലോ എവറി വൺ. പ്ലസ് ടു അക്കൗണ്ടിങ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സിൻ്റെ പാർട്ട് നമ്പർ 6 ആണ് ഇന്നത്തെ ക്ലാസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സ്പ്ലനേഷൻസ് ഓഫ് സം ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ്. സോ നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിനകത്ത് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൽ ഐറ്റംസ് നമ്മൾ എങ്ങനെയാണത് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അത് എവിടെയാണ് അതിൻ്റെ ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡാണോ നമ്മളത് കാണിക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പാർട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്സ്പ്ലനേഷൻ ഓഫ് സം ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. So the interest on capital is paid to the partners as a compensation for their capital contribution to the firm. So interest on capital എന്ന് പറയുന്നത് നമ്മളുടെ പാർട്ട്നേഴ്സിന് ആ ബിസിനസ് ഫേം കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ ആണ് അല്ലേ. പാർട്ട്നേഴ്സ് എന്ത് തരുന്നുണ്ട് ഫേമിലോട്ട്? അവർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ആ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിന് തിരിച്ച് ആരെന്ത് കൊടുക്കുന്നു? ഫേം പാർട്ട്നേഴ്സിന് ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നു. ആ കോമ്പൻസേഷനാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് അവർ ആ ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത്? ഇത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് പോലെ ആണ് കാണുന്നത് അല്ലേ. അവർക്ക് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് എമൗണ്ട് പോവാണ്. പക്ഷെ ദർ ഇസ് സം ലോജിക് ബിഹൈൻഡ് ഇഷ്യൂയിങ് ദിസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ദ പാർട്ട്നേഴ്സ്. ആ ഒരു കാര്യങ്ങളാണ് 2 പോയിന്റ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഹാഡ് ദ എമൗണ്ട് ബീൻ ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദ ബിസിനസ് ഇറ്റ് വുഡ് ഹാവ് ഏൺഡ് എ നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് നിങ്ങളുടെ പാർട്ട്നേഴ്സിന് നിങ്ങൾ ഇത്തരത്തിലൊരു കോമ്പൻസേഷൻ, ആ ഒരു ബിസിനസ് അത്തരത്തിലുള്ളൊരു കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം? ആ എമൗണ്ട് അവർക്ക് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെ. ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. സോ ആ ഇൻട്രസ്റ്റ് വേണ്ടാന്ന് വെച്ചിട്ടാണ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നത്? ബിസിനസ്സിലോട്ട് ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ മിനിമം ആ നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ആർക്ക് കൊടുത്തിരിക്കണം? പാർട്ട്നേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലോജിക് എന്ന് പറയുന്നത്. ഇഫ് ദ പാർട്ട്നേഴ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് വേരിയിങ് എമൗണ്ട്സ് disproportionate to their profit sharing rights, the partner who has contributed more will be അറ്റ് എ ഡിസഡ്വാൻറ്റേജസ് പൊസിഷൻ. അതായത് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില ഫേമുകളിൽ പാർട്ട്നേഴ്സ് എല്ലാവരും ഈക്വലി ആയിരിക്കില്ല പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് അല്ലേ. മേ ബി അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഈക്വൽ ആവണം എന്നുണ്ടായിരിക്കില്ല. പക്ഷേ ചിലപ്പോൾ മേ ബി പ്രോഫിറ്റ് ഒരേപോലെ ഈക്വലി 50-50% എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ ഒരേ എമൗണ്ട് ആണോ? അല്ല. മേ ബി ഒരാൾ 1 lakh കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും, മറ്റേ ആൾ 1,50,000 കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ കൂടുതൽ കൊണ്ടുവന്ന ആൾക്ക് ഇവിടെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. രണ്ടാൾക്കും ഒരേ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണ്, ഈക്വൽ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത പാർട്ട്ണർക്ക് അവിടെ നഷ്ടമല്ലേ. ഒരു ഡിസഡ്വാൻറ്റേജസ് പൊസിഷനിലാണ് ആ പാർട്ട്ണർ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്ന സമയത്ത് അത് ആർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കും? കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്, കുറവ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് കുറവ് ഇൻട്രസ്റ്റ്. ആ ഒരു രീതിയിൽ ആ ഒരു ഡിസഡ്വാൻറ്റേജസ് പൊസിഷൻ അവിടെ നിന്ന് മാറ്റുന്നതാണ് ഇതിൻ്റെ മറ്റൊരു ലോജിക്ക് പറയുന്നത്. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ആൻ എക്സ്പെൻസ് ഫോർ ദ ഫേം ആൻഡ് എ ഗെയിൻ ഫോർ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി അല്ലേ. നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫേം കൊടുക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഫേമിന് അതൊരു ബാധ്യതയാണ്, അതൊരു എക്സ്പെൻസ് ആണ്. അതുപോലെ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഒരു ഗെയിൻ ആണ് അല്ലേ. അവർക്ക് കിട്ടുന്നൊരു പ്രോഫിറ്റിന് അഡീഷണൽ ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ്, അതൊരു ഗെയിൻ ആണ്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലോഡ് ടു ദ പാർട്ട്നേഴ്സ് ഓൺലി ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ്സ് ഫോർ ഇറ്റ്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാം. എപ്പോഴാണ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ? ആ കാര്യം നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഫേമിന് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇഫ് ദർ ഇസ് നോ സച്ച് പ്രൊവിഷൻ ഇൻ ദ ഡീഡ്, പാർട്ട്നേഴ്സ് ഹാവ് നോ റൈറ്റ് ടു ക്ലെയിം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനെ പറ്റി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ്, ക്യാപിറ്റലിന് മുകളിൽ ഇൻട്രസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് അവിടെ ഉണ്ടാവില്ല. സോ ഇൻട്രസ്റ്റ് ഇസ് ജനറലി കാൽക്കുലേറ്റഡ് ഓൺ ദി ഓപ്പണിംഗ് ക്യാപിറ്റൽ
ആൻഡ് ക്രെഡിറ്റഡ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, പൊതുവെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്? അവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ക്യാപിറ്റലിൻ്റെ മുകളിലായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ വിൽ ബി കാൽക്കുലേറ്റഡ് ഓൺ എ ടൈം ബേസിസ്. അവിടെ ഇൻട്രസ്റ്റ് ഓൺ നമ്മൾ അഡീഷണൽ ക്യാപിറ്റലിൻ്റെ മുകളിലും ഇൻട്രസ്റ്റ് കൊടുക്കും, പക്ഷെ അവിടെ ഒരു ടൈം ഫ്രീക്വൻസി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് മേ ബി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രൊവിഷൻസ് വിച്ച് ഈസ് മെൻഷൻഡ് ഇൻ ദാർ പാർട്ട്ണർഷിപ്പ് ഡീഡ്. സോ അതിനനുസരിച്ചിട്ടായിരിക്കും അഡീഷണൽ ക്യാപിറ്റലിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. ഓക്കെ, the interest on capital is allowed considering 3 important factors. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യുന്ന സമയത്ത് 3 തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, എന്തൊക്കെയാണ്? റേറ്റ്, എമൗണ്ട്, പീരിയഡ്. ഓക്കെ, it should be noted that no interest on capital is payable if the firm is working at loss. അതായത് ഫേം നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം എന്നില്ല, നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യണമെന്നില്ല. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഓഫ് ദ പാർട്ട്ണർ മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ പീരിയഡ് ഫോർ വിച്ച് ദ എമൗണ്ട് റിമെയിൻഡ് ഇൻ ദ ബിസിനസ്. ഓക്കെ, അവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ എമൗണ്ട് ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അത് ഇൻറ്റു പീരിയഡാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. പൊതുവേ നമ്മളിത് 1 ഇയർ ബേസിസിലാവുന്ന സമയത്ത് പീരിയഡ് നമ്മൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യില്ല. ചില സമയങ്ങളിൽ അവിടെ എന്തായിരിക്കും, മേ ബി ഇൻ ബിറ്റ്വീൻ ഒരു വർഷത്തിൽ മേ ബി ഒരു 6 അല്ലെങ്കിൽ 7 മന്ത്സിന് ശേഷമാണ് പുതിയൊരു പാർട്ട്ണർ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ വർഷത്തിൽ എത്ര മാസം ബാലൻസ് ഉണ്ടോ ആ ഒരു ബാലൻസ് മന്ത് ഡിവൈഡഡ് ബൈ 12 അങ്ങനെയായിരിക്കും നമ്മൾ പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതിൻ്റെ ജേർണൽ എൻട്രീസ് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ജേർണൽ എൻട്രീസ് ടു പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് ഡെബിറ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുന്നു ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻഡിവിജ്വലി. നമ്മൾ ഓരോ പാർട്ട്നേഴ്സിനെയും ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ടു ക്ലോസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്ലോസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എവിടെ ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യും അല്ലേ? എന്നിട്ട് എന്ത് ക്രെഡിറ്റ് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ഡെബിറ്റ് ചെയ്തത് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ള ഡിസ്കസ് ചെയ്താണ്. സോ ആ ഒരു വീഡിയോ കാണാത്തവർ കണ്ടു നോക്കണേ. ഇനി നമുക്ക് ഓരോ കേസ് വൈസ് ആയിട്ട് നോക്കാം. സോ വെൻ ദർ ഈസ് നോ അഡീഷൻ ഓർ വിഡ്രോവൽ ഫ്രം ക്യാപിറ്റൽ ഡ്യൂറിങ് ദ ഇയർ. ഓക്കെ, ഇത് ഫസ്റ്റ് കേസാണ് ഇവിടെ പറയുന്നത്. when there is no addition to or withdrawal from capital ഡ്യൂറിങ് ദ ഇയർ. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അത്ര മാത്രമേ ഉള്ളൂ. ഇടയിൽ വെച്ചിട്ട് ക്യാപിറ്റൽ പുതിയതായിട്ട് അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റും ചെയ്തിട്ടില്ല, ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് വിഡ്രോയും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേസ് നമ്പർ 1 നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, so under this method interest is calculated at the prescribed rate for the whole year on the opening capital അല്ലേ? കാരണം ഇവിടെ എന്താ അഡീഷണൽ ആയിട്ട് ഒന്നും കൊണ്ടുവന്നതിൽ നിന്ന് വിഡ്രോയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ സി ആൻഡ് ഡി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി. ദർ ക്യാപിറ്റൽസ് ഓൺ 1st January 2020 were സിയുടെ 20,000 rupees, Dയുടെ 30,000 rupees. Calculate interest on capital at 6% per annum for the year ending 31st December 2020. ഓക്കെ, അവർ കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴാണ്? January 1st 2020 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 31st December 2020. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷനിൽ പീരിയഡ് മാറും. സോ ഈ ഒരു കേസിൽ നമുക്ക് അങ്ങനെ ഇൻ ബിറ്റ്വീൻ അല്ല കൊണ്ടുവന്നിട്ടുള്ളത്, ഇയറിൻ്റെ സ്റ്റാർട്ടിങ് കൊണ്ടുവന്നു, ഇയറിൻ്റെ എൻഡിങ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം?
ഫസ്റ്റ് സിയുടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദ പാർട്ട്ണർ 20,000 ഇൻറ്റു എത്രയാണ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടുള്ളത്? 6 ആണ് അല്ലേ. അപ്പോൾ പെർസെൻറ്റേജ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100. 6 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1 ഇയറിലോട്ടായതുകൊണ്ട് നമ്മൾ ഇൻറ്റു 1 കൊടുക്കാം. ഈ 1 കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, എമൗണ്ട് സെയിം തന്നെയായിരിക്കും, ആൻസർ സെയിം തന്നെയായിരിക്കും. ബിക്കോസ് 1ൻ്റെ കൂടെ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും. ഓക്കെ, സോ എത്രയാണ് ആൻസർ വരുന്നത്? 1200 ആണ് പാർട്ട്ണർ സിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി ഡിയുടെ എങ്ങനെയായിരിക്കും? സെയിം ലെ 30,000 റുപ്പീസ് ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 6% പെർ ആനം ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇൻറ്റു 1 ഇയർ. ഓക്കെ, അതുകൊണ്ട് 1800 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കേസ് നമ്പർ 2 നോക്കാം. വെൻ ദർ ഈസ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് ഇയർ. സോ അക്കൗണ്ടിങ് ഇയറിൻ്റെ ഇടയിൽ വെച്ചിട്ട് പാർട്ട്നേഴ്സ് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരികയാണ്, ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഉണ്ടാവും, ഇൻ ബിറ്റ്വീൻ അവർ എന്ത് ചെയ്യാണ്? അഡീഷണൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസാണ് കേസ് നമ്പർ 2 നമ്മൾ നോക്കുന്നത്. സോ ഇൻ ദിസ് കേസ് ഇൻട്രസ്റ്റ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. എങ്ങനെയാണ്? നമ്മൾ ഫോർ ദ ഫുൾ ഇയറിൽ നമ്മൾ എന്തിൻ്റെ ബേസിസിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യും? ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിസിൽ ഫോർ ദ ഫുൾ ഇയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി അഡീഷണൽ ക്യാപിറ്റലിനെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഫ്രം ദ ഡേറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു ദ എൻഡ് ഓഫ് ദ പീരിയഡ്. ഓക്കെ, ടു ദ ഡേറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു ദി എൻഡ് ഓഫ് ദ പീരിയഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേ ബി ഇപ്പോൾ അവർ ബിസിനസ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മന്ത് എന്ന് പറയുന്നത് 30th ജൂലൈ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഓർ മേ ബി നമുക്ക് ജൂൺ തന്നെ എടുക്കാം. സോ 6 months ലേറ്റർ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ 30th ജൂണിലാണ് ആ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ആവാൻ, ഇപ്പോൾ മേ ബി ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്നത് 31st ഡിസംബർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, 31st ഡിസംബർ ആണ് ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻ ബിറ്റ്വീൻ എത്ര മാസം കിടക്കുന്നുണ്ട്? 6 months ഉണ്ട് അല്ലേ. സോ ഈ 6 monthൻ്റെ ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതിന് മുന്നത്തെ 6 monthൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ഇവിടെ ജൂൺ 30 അയാൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് 6 monthsൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രം നമ്മൾ എന്തിന് കൊടുത്താൽ മതി? അഡീഷണൽ ക്യാപിറ്റലിന് കൊടുത്താൽ മതി. പക്ഷെ ഓപ്പണിംഗ് ക്യാപിറ്റലിന് നമ്മൾ ഫുൾ എമൗണ്ട്, ഐ മീൻ ഫോർ ദ ഫുൾ ഇയർ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A and B are partners in a firm. Their capital account showed the balance on 1st January 2020. 1st January 2020 ഇതാണ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ട് പറയുന്നത്. 30,000 റുപ്പീസ് എയുടെ, ബിയുടെ 20,000 rupees. During the year 2020, A introduced additional capital of rupees 10,000 on 1st June 2020 and B brought in rupees 15,000 on 1st July 2020. So the interest on capital is allowed at 6% per annum and accounts are closed on 31st December every year. Calculate the interest on capital to be allowed to A and B for the year 2020. So ഇവിടെ നമ്മൾ ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. സോ എയുടെ എത്രയാണ് ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് വരുന്നത്? എയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000 റുപ്പീസ് ആണ് അല്ലേ. സോ 30,000 ഇൻറ്റു എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ടുള്ളത്? 6% ആണ് അല്ലേ. സോ 30,000 ഇൻറ്റു 6/100 അല്ലേ. 6/100 ഇൻറ്റു എത്ര കൊടുക്കണം? പീരിയഡ് നമ്മൾ ഒരു വർഷത്തെയാണ്, ഓപ്പണിംഗ് ബാലൻസ് ആയതുകൊണ്ട് ഫുൾ ഇയറിൽ നമ്മൾ കൊടുക്കണം. സോ ഇൻറ്റു 1 year. ഇങ്ങനെയാണ് നമ്മൾ എയുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തിൻ്റെ? ഓപ്പണിംഗ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന്. ഇനി അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഓൺ 1st June 2020 അഡീഷണൽ ക്യാപിറ്റലായിട്ട് 10,000 റുപ്പീസ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? എ എന്ന് പറയുന്ന പാർട്ട്ണർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അഡീഷണൽ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്, എയുടെ വരുന്നത്
10,000 ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ് 6 ആണ്. സോ 6/100. ദെൻ എത്രയാണ് പീരിയഡ് 1st ജൂൺ ടു 31st ഡിസംബർ ആണ് അല്ലേ. 1st ജൂൺ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജൂൺ മാസം കൂടെ വരും അല്ലേ. സോ 1st ജൂൺ എന്ന് പറയുമ്പോൾ ജൂൺ കൂടെ കൂട്ടിയിട്ട് ഡിസംബർ വരെ. സോ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ. 7 മാസമാണ് എത്ര വരുന്നത് ഇവിടെ പീരീഡ് ആയിട്ട് വരുന്നത്. സോ ഇൻറ്റു 7 കൊടുക്കുക അല്ലേ. 7 കൊടുത്താൽ മതിയോ? പോരാ. കാരണം നമ്മൾ ഇയർ ബേസിസിലാവുമ്പോഴാണ് നമ്മളിപ്പോൾ 1 ഇയർ ആകുമ്പോൾ 1, 2 ഇയർ ആകുമ്പോൾ 2 അങ്ങനെ കൊടുക്കും. പക്ഷെ മന്തിൻ്റെ ബേസിസിലാവുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 12 കൊടുത്തിരിക്കണം. ഇങ്ങനെയാണ് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് പാർട്ട്ണർ എ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ ബിയുടെയും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എത്രയാണ് എമൗണ്ട് വരുന്നത് എന്നുള്ളത് കണ്ടില്ലേ. 7 മന്ത് ആണ് നമ്മൾ അഡീഷണൽ ക്യാപിറ്റലിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആകുമ്പോൾ ഫുൾ ഇയർ, അതായത് 30,000 ഇൻറ്റു 6% എന്ന് പറയുന്നത് 1,800. ഇനി അഡീഷണൽ ക്യാപിറ്റൽ ആകുമ്പോൾ 7 മന്തിന് നമ്മൾ 350. അങ്ങനെ എയുടെ ടോട്ടല് 2,150യും ബിയുടെ ടോട്ടല് 1,650. ഇത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, സെയിം എമൗണ്ട് തന്നെയാണോ വരുന്നതെന്നൊന്ന് നോക്കുക. ഓക്കെ, ഇനി തേർഡ് കേസാണ് ഇഫ് ഓപ്പണിംഗ് ബാലൻസ് ഇസ് നോട്ട് ഗിവൺ. സോ നമ്മളുടെ ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തരാത്ത സാഹചര്യങ്ങളിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് കേസ് നമ്പർ 3 നമ്മൾ നോക്കുന്നത്. സോ ഇഫ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇസ് നോട്ട് ഗിവൺ, ഇറ്റ് ഈസ് അറൈവ്ഡ് അറ്റ് ബൈ സബ്സ്ട്രാക്ടിങ് ദോസ് ഐറ്റംസ് which have been added to the capital and by adding back those items which have been subtracted. So this calculation of the opening capital will be as follows. സോ ഇവിടെ എന്താ പറയുന്നത്, ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. സോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദി എൻഡ് ഓഫ് ദ ഇയർ എത്രയാണോ ക്യാപിറ്റൽ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ എടുത്ത് എഴുതും. ഓക്കെ, എൻഡ് ഓഫ് ദി ഇയർ എത്ര ക്യാപിറ്റൽ ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എന്തെല്ലാം ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് ആഡ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം, ലോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട്, കാരണം ഇതെന്തിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, കാരണം നമ്മൾ ഈ ഐറ്റംസ് എല്ലാം നമ്മൾ എന്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തതാണ്, ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടാണ് ഈ എൻഡ് ഓഫ് ദ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ നമ്മളത് റിവേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യത്തെ എമൗണ്ട് കിട്ടാനായിട്ട് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്താണ്, ഡിഡക്റ്റ് ചെയ്തതാണ് അല്ലേ. സോ ഈ എല്ലാ എമൗണ്ടും നമ്മൾ ഡിഡക്റ്റ് ചെയ്തത് തിരിച്ച് ആഡ് ചെയ്യുന്നു. ഇനി പാർട്ട്ണറിൻ്റെ സാലറി, കമ്മീഷൻ, പ്രോഫിറ്റ്, അഡീഷണൽ ക്യാപിറ്റൽ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ്, ഓപ്പണിംഗ് ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എൻഡിങ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതില്ല. സോ ഇതൊക്കെ നമ്മൾ തിരിച്ച് ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫോർ ദ ബിഗനിങ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക. ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ബിസിനസ്. Their capital at the end of the year were 46,000 and rupees 34,000 respectively. So during the year 2021, A drawings and B drawings were rupees 6,800, 10,700 respectively. Interest on drawings charged was rupees rupees 200 and B was rupees 300. A had been credited with a salary of 3,000 and B with a commission of 4,000. Profits during the year after making the above mentioned adjustments were 30,000. Calculate interest on capital at 6% per annum for the year ending 31st December 2023. സോ ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്, എൻഡിങ് ക്യാപിറ്റലാണ് തന്നിട്ടുള്ളത് അല്ലേ. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. സാധാരണ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ എന്നാൽ അതിൻ്റെ എത്ര ഇയർ ആണോ അല്ലെങ്കിൽ എത്ര മന്ത്സ് ആണോ ആ അഡീഷണൽ ക്യാപിറ്റൽ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിരുന്നത് അത്രയും മന്ത്സിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കും. സോ ഈ ഒരു കേസിൽ എന്താണ്,
എൻഡിലുള്ള ക്യാപിറ്റലേ തന്നിട്ടുള്ളൂ. നമുക്ക് എൻഡിലുള്ള ക്യാപിറ്റൽ എടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ, നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നെ വേണം. സോ എൻഡിങ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ എന്താണോ ആഡ് ചെയ്തത് അത് നമ്മൾ തിരിച്ച് ഡിഡക്റ്റ് ചെയ്യും. എന്താണോ അവിടെ ഡിഡക്റ്റ് ചെയ്തത് അത് തിരിച്ച് നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. സോ ഇനി നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 6% ആണ് അല്ലേ. സോ എങ്ങനെയാണ് എയുടെ ബിഗിനിങ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് എൻഡിങ് ക്യാപിറ്റൽ എത്ര തന്നിട്ടുണ്ട്? 46,000 തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് തിരിച്ച് ആഡ് ചെയ്യുക, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. ഇനി എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. ഇവിടെ ലോസ് അല്ല, എന്താണ് പകരം തന്നിട്ടുള്ളത്? പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത്. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിഡക്റ്റ് ചെയ്യാനുള്ളതാണ്. സോ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 53,000 കിട്ടും. ഇനി ഇതിൽ നിന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനുള്ളത്? ഇവിടെ സാലറി 3,000 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബിയുടെ കേസിലാണെങ്കിൽ കമ്മീഷൻ 4,000 ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? പ്രോഫിറ്റ് പറഞ്ഞിട്ടുള്ളത് 30,000 ആണ് അല്ലേ. അതിൻ്റെ 50% രീതിയിൽ ഈക്വലി ഷെയർ ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യനിൽ ആ ഒരു പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഈക്വലി ഷെയർ ചെയ്യാം. സോ 15,000 കൂടെ ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ള 35,000 ഫോർ എ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എയുടെ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലേ, 35,000. സോ 35,000 ഇൻറ്റു 6/100 ചെയ്യുമ്പോൾ 2,100 എന്തായിട്ട് കിട്ടും? ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. ബിയുടെ അതേപോലെ നമുക്ക് നോക്കാം. ബിയുടെ നമുക്ക് എൻഡിങ് ക്യാപിറ്റൽ 34,000 തന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് 10,700, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300. ഇനി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 45,000 കിട്ടും. ഇവിടെ സാലറി അല്ല, കമ്മീഷനാണ് തന്നിട്ടുള്ളത്. കമ്മീഷൻ 4,000 ഡിഡക്റ്റ് ചെയ്യുക. അതുപോലെ പ്രോഫിറ്റ് നമ്മൾ 50% നമ്മൾ ഡിഡക്റ്റ് ചെയ്യുക. സോ 26,000 റുപ്പീസ് ആയിരിക്കും ഓപ്പണിംഗ് ക്യാപിറ്റൽ. അത് ഇൻറ്റു 6/100 1,560 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ബി. ഓക്കെ, ഇനി നാലാമത്തെ കേസ് പറയുന്നത് വെൻ ദർ ഇസ് എ വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഡ്യൂറിങ് ദ ഇയർ. ഓക്കെ, ഇങ്ങനൊരു സാഹചര്യം, അതായത് നമ്മൾ ഓൾറെഡി പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് ആ ഇയറിൽ തന്നെ അവരൊരു എമൗണ്ട്, ഒരു 13% ഓഫ് എമൗണ്ട് ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ അതിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിഡ്രോവൽ ഡേറ്റിന് തൊട്ട് മുമ്പ് വരെയുള്ള മാസം, അതായത് 1 ഓഗസ്റ്റിലാണ് ക്യാപിറ്റൽ വിഡ്രോ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ജൂലൈ വരെയുള്ള, അതായത് 7 months വരെ ഉള്ള എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ദി ഹോൾ എമൗണ്ട് ഓഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇനി വിഡ്രോവലിന് ശേഷം, ആ ഒരു ക്യാപിറ്റൽ വിഡ്രോവലിന് ശേഷം എത്രയാണോ എമൗണ്ട് ബാലൻസ് ഉള്ളത് അതിൻ്റെ റിമൈനിങ് പീരിയഡിലോട്ട് നമ്മൾ എന്ത് കൊടുക്കണം? മേ ബി 5 months ആയിരിക്കും അല്ലേ റിമൈനിങ് പീരീഡ് എന്ന് പറയുമ്പോൾ. 5 monthsന് നമ്മൾ റിമൈനിങ് ബാലൻസ് എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. M and N are partners sharing profits and losses in the ratio of 3:2. ഇവിടെ റേഷ്യോ തന്നിട്ടുണ്ട്. And their capital balances on 1st January 2020. Capital balance on 1st January 2020 എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ് അല്ലേ, 1st January ആണ് അല്ലേ. ആ ഇയർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അത് ഓപ്പണിംഗ് ബാലൻസ് എത്രയാണുള്ളത്? 40,000 ഫോർ എൻ and 30,000 for N respectively. On 1st July 2020, M had withdrawn 10,000 rupees, and on 1st September 2020, N had withdrawn 6,000 out of capital. Calculate interest on capital at 6% per annum for the year ending 31st December 2020. So ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1st January 2020യും ക്ലോസിംഗ് ഡേറ്റിലുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 31st December 2020 ആണ്. സോ ഇതുവരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. സോ ആദ്യം നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്പണിംഗ് ബാലൻസിൻ്റെ
എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? 40,000 റുപ്പീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ 40,000 റുപ്പീസ് നമുക്ക് പെർ ഇയറിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്, ഇൻ ബിറ്റ്വീൻ അല്ലേ, ജൂലൈ ആയ സമയത്ത്, 1 ജൂലൈ ആയ സമയത്ത് ആര് വിഡ്രോ ചെയ്തിട്ടുണ്ട്? 10,000 റുപ്പീസും അതുപോലെ സെപ്റ്റംബർ ആയ സമയത്ത് 6,000 റുപ്പീസും അവരുടെ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഡേറ്റും എമൗണ്ടും നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. സോ 40,000 റുപ്പീസ് എന്ന് പറയുന്നത് എത്ര നാളാണ് അല്ലെങ്കിൽ എത്ര മാസമാണ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ളത്? ജൂൺ വരെയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ, ജൂൺ 30 വരെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ജൂലൈ എന്ന് പറയുന്നത് 1 ജൂലൈയിൽ വിഡ്രോ ചെയ്തത് കൊണ്ട് തന്നെ ജൂൺ വരെയുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്തിൻ്റെ? 40,000ൻ്റെയും 30,000ൻ്റെയും. 40,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 6% ആണ് അല്ലേ. സോ 40,000 ഇൻറ്റു 6/100. എത്ര മാസമാണ് ആ 40,000 രൂപ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ളത്? ജൂൺ അവസാനം വരെ ഉണ്ടായിട്ടുണ്ട് അല്ലേ, കാരണം ജൂലൈ 1 വിഡ്രോ ചെയ്തിട്ടുള്ളത് 10,000. സോ ഈ 40,000 എന്ന് പറയുന്നത് ജൂൺ അവസാനം വരെ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. സോ എത്ര മാസമാണ് ജൂൺ വരെ? ഫസ്റ്റ് നമ്മൾ ജാനുവരി മുതൽ കാൽക്കുലേറ്റ് ചെയ്യുക. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അല്ലെ, 6 മാസമാണ് നമ്മളുടെ ബിസിനസ്സിൽ ഈ 40,000 രൂപ ഉണ്ടായിട്ടുള്ളത്. സോ 6 മാസം, 6 മാത്രം എഴുതിയാൽ മതിയോ? പോരാ. നമ്മൾ മാസത്തിന്റെ കണക്കിലായതുകൊണ്ട് എന്ത് എഴുതണം? ഡിവൈഡഡ് ബൈ 12 എഴുതണം. ഇയർ ആകുമ്പോൾ നമുക്ക് 1 ഇയർ ആണെങ്കിൽ ഇൻറ്റു 1, 2 ഇയർ ആണെങ്കിൽ ഇൻറ്റു 2. പക്ഷെ ഇവിടെ മാസത്തിന്റെ ബേസിസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ 12 എപ്പോഴും ചെയ്യണം. ഓക്കെ. സോ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ജൂൺ വരെയുള്ള 40,000 രൂപയുടെ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്കൊരു എമൗണ്ട് കിട്ടും. ഇനി ബാലൻസ് മന്തിന്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ബാലൻസ് മന്തിൽ എത്രയുണ്ട്? ജൂൺ വരെ 6 മാസത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ജൂലൈ മുതൽ ഈ 40,000 ബിസിനസ്സിലുണ്ടോ? ഇല്ല അല്ലെ. ഈ 40,000-ൽ നിന്ന് എത്ര നമ്മൾ ഡിഡക്ട് ചെയ്യണം? 10,000 റുപ്പീസ് പുള്ളിക്കാരൻ അല്ലെങ്കിൽ എന്ന് പറയുന്ന പാർട്ട്ണർ എടുത്തിട്ടുണ്ട്. സോ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 30,000 റുപ്പീസ് ആണ് ബാക്കിയുള്ള 6 മാസം നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ളത്. സോ സെയിം കാൽക്കുലേഷൻ ഇൻറ്റു 6 എത്രയാണ് പെർസെൻറ്റേജ്? 6% ആണ്. സോ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം പെർസെൻറ്റേജ് ആവുന്ന സമയത്ത്. ദെൻ ഇൻറ്റു എത്ര മാസം ബാക്കിയുണ്ട്? 6 മന്ത് കൂടെ ബാക്കിയുണ്ട് അല്ലെ. ഒരു വർഷം ആവാൻ എത്ര മാസം കൂടെ ബാക്കിയുണ്ട്? 6 മന്ത് കൂടെ. സോ 30,000-ന്റെ 6% ഫോർ 6 മന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ കിട്ടും. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്താൽ നമുക്ക് ആരുടെ കിട്ടും? എന്ന് പറയുന്ന പാർട്ട്ണറിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. ഇതേ രീതിയിൽ എന്നിന്റെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സൊല്യൂഷൻ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ 40,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 1 ജാനുവരി മുതൽ 1 ജൂലൈ വരെ. ഇതിൻ്റെ ഇടയിൽ എത്ര മാസം ഉണ്ട്? 6% ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്. എത്ര മാസത്തേക്ക്? 6 മാസമാണ് അല്ലെ. അങ്ങനെ 1,200 കിട്ടും. ഇനി അടുത്തത് ബാലൻസ് എമൗണ്ട് എത്രയാണ്? 30,000 ആണ് അല്ലെ. കാരണം 1 ജൂലൈയിൽ ഈ 10,000 റുപ്പീസ് പാർട്ട്ണർ എന്ത് ചെയ്തിട്ടുണ്ട്? വിഡ്രോ ചെയ്തിട്ടുണ്ട്. സോ 40,000-ൽ നിന്ന് ഈ 10,000 രൂപ നമ്മൾ ഡിഡക്ട് ചെയ്യുമ്പോൾ, ലെസ് ചെയ്യുമ്പോൾ എത്രയാണ് ബാലൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? 30,000 ആണ് അല്ലെ. അത് എത്ര മാസം കൂടെ ബാക്കിയുണ്ട് നമ്മുടെ ബിസിനസ്സിൽ? 6 മാസം കൂടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇൻറ്റു 6/12 ചെയ്യുമ്പോൾ 900 കിട്ടും. ഇനി ഇതിന്റെ ടോട്ടൽ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2,100 ആണ് ആരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? എമ്മിന്റെ. ഓക്കെ, ഇതുപോലെ എന്നിന്റെയും നമുക്ക് നോക്കാം. സോ എന്നിന്റെ എത്രയാണ് സ്റ്റാർട്ടിങ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ളത്? 30,000 റുപ്പീസ് അല്ലെ. അത് നമ്മൾ ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ് ആ ബിസിനസ്സിൽ 30,000 ഉണ്ടായിട്ടുള്ളത്? സെപ്റ്റംബർ 1 വരെ. അതായത് ഓഗസ്റ്റ് ഫുള്ളായിട്ട് നമ്മുടെ ബിസിനസ്സിലുണ്ട്. 8 മാസം നമ്മുടെ ബിസിനസ്സിൽ ആ ഒരു 30,000 ഉണ്ടായിട്ടുണ്ട്. സോ 30,000 ഇൻറ്റു 6% ഇൻറ്റു എത്ര മാസം വരെ ഉണ്ടായിട്ടുണ്ട്? 8 മാസം വരെ. സോ 8/12 ചെയ്യുമ്പോൾ 1,200 കിട്ടും. ഇനി നമുക്ക് ബാലൻസ് എമൗണ്ട് എത്രയാണ്? 6,000 റുപ്പീസ് വിഡ്രോ ചെയ്തു ഈ 30,000-ൽ നിന്ന്. സോ 30,000 മൈനസ് 6,000, 24,000 രൂപയാണ് ബാക്കിയുള്ള എന്താ പറയുക നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ എത്ര മാസം കൂടെ ആ 24,000 നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുണ്ട്?
4 മാസം അല്ലെ, 8 മാസത്തിന് ശേഷമാണ് നമ്മൾ 6000 വിഡ്രോ ചെയ്തിട്ടുള്ളത്. സോ ബാക്കി എത്ര മാസം ഉണ്ട്? 4/12 ചെയ്യുമ്പോൾ 480 കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 1680 രൂപയായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ പാർട്ട്ണർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇത്രയും അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നമ്മളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷൻസ് നമുക്ക് നോക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയതിൽ സോൾവ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.